നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വഴി പല രീതിയിലുള്ള വീഡിയോകളാണ് കാണുന്നത്. ഇപ്പോഴിതാ നടൻ ഈ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ഇന്ന് മലയാളികളുടെ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആൺകുഞ്ഞ് പിറക്കുകയും ആ ദൃശ്യങ്ങളൊക്കെ തന്നെ തത്സമയമായി പ്രസവ വീഡിയോ ഒക്കെ തന്നെ വൈറലാകുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ മലയാളികളുടെ ഫീൽഡിലേക്ക് ആ വീഡിയോകൾ വരുന്നത് പോലെ തന്നെ ചില അബദ്ധങ്ങളുടെയും മണ്ടത്തരങ്ങളുടെയും അടക്കം വീഡിയോകൾ നമ്മുടെ ഫീൽഡിൽ വരാറുണ്ട് എല്ലായ്പ്പോഴും. പല രീതിയിലുള്ള വീഡിയോകളാണ് കാണുന്നത്. അത് എടുക്കാൻ തന്നെ ആളുകൾ വളരെ കഷ്ടപ്പാടുകൾ സഹിക്കുന്നതും കാണാം. ചിലർ അപകടകരമായ രീതിയിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. അത്തരമൊരു ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. പാളത്തിലൂടെ അത്യാവശ്യം സ്പീഡിൽ ട്രെയിൻ കുതിച്ചെത്തുന്നതിനിടയിൽ പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു കാഴ്ച. ഒരു റീൽ എടുക്കാൻ വേണ്ടി പാളത്തിൽ കുറുകെ കിടന്ന ഒരു കുട്ടിയുടെ കൈവിട്ട കളി. ഒടുവിൽ ട്രെയിൻ പാഞ്ഞു പോയതിനു ശേഷം കൂളായി എണീറ്റ് പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഏതായാലും കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം തന്നെയെന്ന് ചിലർ കുറിക്കുന്നു. ഒഡീഷയിലെ റെയിൽവേ ട്രാക്കിലാണ് നെഞ്ചിടിപ്പിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അപകടകരമായ റീൽ ചിത്രീകരണം. സംഭവത്തിൽ 3 കുട്ടികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. മുന്നറിയിപ്പ് നൽകിയ ശേഷം ഇവരെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടയക്കുകയും ചെയ്തു. ഇവർ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് നടപടി എടുത്തിരിക്കുന്നത്. അതേസമയം കാസർഗോഡ് കുമ്പളയിൽ പോലീസിനെ വെല്ലുവിളിച്ച് റീൽ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച 9 യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. കുമ്പള പോലീസാണ് കേസ് എടുത്തത്. കുമ്പള ടൗണിൽ വാക്കുതർക്കമുണ്ടാക്കിയ സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ യുവാക്കളാണ് റീൽ എടുത്തത്. വധശ്രമത്തിന് കേസെടുക്കുന്നുവെന്നും പേടിപ്പിക്കാൻ നോക്കരുത് എന്നും പറഞ്ഞാണ് യുവാക്കൾ റീൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കേസെടുത്തുവെന്ന് തെറ്റിദ്ധരിച്ചാണ് യുവാക്കൾ റീൽ ചെയ്തത്. നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച് ക്രമസമാധാനം തകർക്കാൻ പ്രേരണ നൽകിയതിനാണ് യുവാക്കൾക്കെതിരെ പിന്നീട് കേസെടുത്തത്. അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഹൈദരാബാദിൽ ഒരു യുവതി റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെയിൽവേ ട്രാക്കിലേക്ക് കാറുമായി ഇറങ്ങിയത്. ഇതിന് പിന്നാലെ മദ്യലഹരിയിൽ റെയിൽവേ ട്രാക്കിലൂടെ ഓട്ടോറിക്ഷ ഓടിച്ച് യുവാവ് ഭീതി പടർത്തി. ബീഹാറിലെ സീതാമർഹിയിലെ മഹ്സോൺ പ്രദേശത്ത് ശനിയാഴ്ചയാണ് സംഭവം നടന്നത്. അമിതമായി മദ്യപിച്ചിരുന്ന ഓട്ടോ ഡ്രൈവർ റെയിൽവേ ട്രാക്കിലൂടെ വാഹനം ഓടിക്കുകയായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മഹ്സോൾ റെയിൽവേ ക്രോസിംഗിന് സമീപത്ത് വെച്ചാണ് അമിതമായി മദ്യപിച്ചിരുന്ന ഓട്ടോ ഡ്രൈവർ ഓട്ടോറിക്ഷ റെയിൽവേ ട്രാക്കിലേക്ക് കയറ്റിയത്. ഈ സമയം തൊട്ടടുത്ത ട്രാക്കിലൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. ഇത് പരിഭ്രാന്തി സൃഷ്ടിക്കുകയും അപകടം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വേഗത്തിൽ ഇടപെട്ട് ഓട്ടോറിക്ഷ റെയിൽവേ ട്രാക്കിൽ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. വൈറലായ വീഡിയോയിൽ ഒരു ഓട്ടോ റെയിൽവേ ട്രാക്കിൽ നിർത്തിയിട്ടിരിക്കുന്നതും അമിതമായി മദ്യപിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ വാഹനത്തിന് ചുറ്റും നടക്കുന്നതും കാണാം. കൂടാതെ പ്രദേശവാസികളായ നിരവധി ആളുകൾ റെയിൽവേ ട്രാക്കിലൂടെയും പരിസര പ്രദേശങ്ങളിലുമായി ചുറ്റും കൂടി നിൽക്കുന്നതും കാണാം. ഏതാനും പേർ ചേർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറെ അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട്. ഇതേസമയം തന്നെ തൊട്ടടുത്ത ട്രാക്കിലൂടെ ഒരു ട്രെയിൻ കടന്നു പോകുന്നതും കാണാം. തലനാടിലേക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 2016 ഏപ്രിൽ 1 മുതൽ ബീഹാറിൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുണ്ട്. സ്ത്രീകളുടെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് ഇത് നടപ്പിലാക്കിയത്. എന്നാൽ നിയമപരമായി മദ്യം വിൽക്കാൻ പാടില്ലെങ്കിലും സംസ്ഥാനത്ത് മദ്യത്തിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും നിയമവിരുദ്ധ വ്യാപാരവും ഉപഭോഗവും വ്യാപകമായി തുടരുകയാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നിയമവിരുദ്ധമായ മദ്യക്കടത്തും വിൽപ്പനയും ബീഹാറിൽ വലിയ തോതിൽ നടക്കുന്നുണ്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.